അങ്ങനെ ജാർഖണ്ഡ്, ആസാം, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് തുടങ്ങിയൊരു 5-6 സ്ഥലങ്ങൾ കേരളത്തിന് പുറത്തുപോയി കണ്ടുപിടിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ ഇപ്പൊ പറഞ്ഞ ഇന്നലെ വന്നത് തമിഴ്നാടിനാണ്. ഇപ്പൊ പറഞ്ഞ ആസാമിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുക. അത് നമ്മൾ വിളിക്കുമ്പോഴാണ് സാധനം ചിലപ്പോൾ ഓർമ്മ പോലും വരുന്നവർക്ക് ഇങ്ങനെ ഫോൺ നഷ്ടപ്പെട്ടിട്ട് പരാതി കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെ നമ്മൾ വിളിക്കുമ്പോഴാണ് ഒരു ഓർമ്മ വരുന്നത്. നഷ്ടപ്പെട്ട ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അത് സാംസങ്ങിന്റെ S24 Ultra എന്ന് പറയുന്ന ഫോൺ. അത് 1,00,000 മേളിൽ വിലയുള്ള ഫോണാണ്. അന്വേഷിച്ച കൂട്ടത്തിൽ മനസ്സിലായി അന്ന് വൈകുന്നേരം രാത്രി 9 മണിക്ക് ട്രെയിൻ ടിക്കറ്റ് വെസ്റ്റ് ബംഗാളിലേക്ക് പോകാൻ ബുക്ക് ചെയ്ത് വെച്ചൊക്കെ ചെങ്ങന്നൂർ ബീവറേജിന്റെ ബാക്കിൽ ആ ഒരു മൺകൂന ഇരുന്ന് ഇരിക്കുകയാണ് രണ്ടുപേരുടെ. കൂടുതലായിട്ട് ആൾക്കാർ ഈ രീതിയിൽ പോലീസ് സ്റ്റേഷനെ സമീപിക്കുകയും ചെയ്യുന്നുണ്ട്. കളഞ്ഞുപോയ ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു കൊടുക്കുന്ന രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. നമസ്കാരം. ഒരിക്കലും കിട്ടത്തില്ലെന്ന് വിചാരിച്ച 40ഓളം ഫോണുകൾ 3 മാസത്തിനുള്ളിൽ കണ്ടുപിടിച്ചു കൊടുത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ തപ്പിയാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ അടൂർ പോലീസ് സ്റ്റേഷനിലാണ്. ഇദ്ദേഹമാണ് ഞാൻ പറഞ്ഞ ആള്. പേര് വിജയ് എന്നാണ്. എങ്ങനെ ഇത് കണ്ടുപിടിക്കുന്നത്? നമ്മൾ സാധാരണ ഇതിൽ ഫോൺ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവർ ആദ്യം സ്റ്റേഷനിൽ വരും. സ്റ്റേഷനിൽ വരുമ്പോഴത്തേക്ക് അവരെ നമ്മൾ ഒരു പരാതിയായിട്ട് നമ്മൾ എഴുതി മേടിച്ച് അവർ റെസീപ്റ്റ് കൊടുക്കും. പരാതിക്ക് റെസീപ്റ്റ് കൊടുത്തതിന് ശേഷം നമുക്കിപ്പം ഒരു CEIR എന്ന് പറയുന്ന പോർട്ടൽ ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പോർട്ടൽ നമ്മൾ അവരെ കൊണ്ട് രജിസ്റ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ രജിസ്റ്റർ ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ ID കാർഡ്, നമ്മുടെ പോലീസ് കംപ്ലൈന്റ് റെസിപ്റ്റും എല്ലാം അതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ IME നമ്പരും ഫോണിൻ്റെ കൊടുക്കണം. മൊബൈൽ പർച്ചേസ് ബില്ല് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്കതും അതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ മാൻഡേറ്ററി അല്ല. അങ്ങനെ അത് രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഈ IME ബ്ലോക്ക് ചെയ്യുന്നത്. അതിൽ രജിസ്റ്റർ ചെയ്തോടെ ഇത് ബ്ലോക്ക് ആവും IME. അപ്പോൾ 2 IME നമ്പരും അതായത് 2 സിം ഉണ്ടെങ്കിൽ, അപ്പം ഈ യൂസർ തന്നെയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ആദ്യം നഷ്ടപ്പെട്ടു പോയ ഫോണിൽ ഉണ്ടായിരുന്ന സിമ്മിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണം. ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ആക്റ്റീവ് ആക്കിയ ശേഷം മാത്രമേ ഈ പോർട്ടൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 2 സിം ഉണ്ടെങ്കിൽ 2 IMEയും ബ്ലോക്ക് ആവുകയാണ് ചെയ്യുന്നത്. ബ്ലോക്ക് മീൻസ് ആ IMEയിൽ പിന്നെ ആ ഡിവൈസിലേക്ക് സിം ഇട്ട് കഴിഞ്ഞാൽ ഡിറ്റക്റ്റ് ആവും. പക്ഷേ അതിൽ നെറ്റും പറ്റത്തില്ല, കോളും പറ്റത്തില്ല. പക്ഷേ സിം ഇട്ട് കഴിഞ്ഞാൽ അത് ഡിറ്റക്റ്റ് ആയിട്ട് അതിൻ്റെ ആ ഡീറ്റെയിൽസ് നമുക്ക് സ്റ്റേഷനിലേക്ക് SHO ലോഗിനിലേക്ക് അയച്ചു തരികയാണ് പതിവ്. അപ്പോൾ അതിപ്പോൾ ആരാണ് യൂസ് ചെയ്യുന്നത്, അപ്പോൾ ആ സിം നമ്പർ അയച്ചു തരുന്നത്. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാ ദിവസവും നമ്മൾ കയറി നോക്കുമ്പോൾ അറിയാം ഇന്ന കംപ്ലൈൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഇതിൻ്റെ ട്രേസ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ആ നമ്പറിലേക്ക് വിളിച്ച് കാര്യം പറയുകയാണ് ചെയ്യുന്നത്. അപ്പം കൂടുതലും മലയാളികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുവിധം കുഴപ്പമില്ല, എല്ലാം ചെയ്തു തരും. അപ്പം കുറച്ച് ഹിന്ദിക്കാരും അങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെ കിട്ടുന്നുണ്ട് അവരുടെ കയ്യിലും. അപ്പോൾ അവർ കൂടുതൽ സെക്കൻഡ് ഹാൻഡ് ആയിട്ട് ഫോൺ വാങ്ങിക്കൊണ്ട് പോകുന്ന പ്രവണതയുണ്ട്. അപ്പോൾ അവരെ വിളിച്ച് കൺവിൻസ് ചെയ്യാൻ കുറച്ച് പാടാണ്. എന്നാലും നമ്മൾ മാക്സിമം നമ്മൾ ട്രൈ ചെയ്ത് വിളിച്ച് നമ്മൾ പെറ്റീഷൻ ഡീറ്റെയിൽസ് എല്ലാം ഇട്ട് കൊടുത്ത് IME നമ്പർ നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ക്രോസ് ചെക്ക് ചെയ്യിച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ അവസാനം സ്റ്റേഷനിലേക്ക് കൊണ്ടുതരാൻ പറയുകയോ, അല്ലെങ്കിൽ കേരളത്തിന് പുറത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് നമ്മുടെ അഡ്രസ്സ് കൊടുത്തിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവിച്ച് കൊറിയർ അയച്ച് തരികയുള്ളത്. അങ്ങനെ ജാർഖണ്ഡ്, ആസാം, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് തുടങ്ങിയൊരു 5-6 സ്ഥലങ്ങൾ കേരളത്തിന് പുറത്തുപോയി കണ്ടുപിടിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ ഇന്നലെ വന്നത് തമിഴ്നാടിനാണ്. ഇപ്പോൾ പറഞ്ഞ ആസാമിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുക. നമ്മൾ വിളിച്ച് പറയുമ്പോൾ അവർ തരുമോ? അവർ ആദ്യം ഒന്ന് ഇതാണ്. ഇപ്പം ഒരു സംഭവം എന്ന് വെച്ചാൽ ജാർഖണ്ഡിൽ ഒരു ആൾ ഉപയോഗിച്ചിട്ടിരുന്ന ഫോൺ നമ്മൾ വിളിച്ചപ്പോൾ പുള്ളിക്കൊരു സംശയമായിട്ട് പുള്ളി അവരുടെ സ്റ്റേഷനിൽ പോയി, ലത്തേഹാർ എന്ന് പറയുന്ന ജാർഖണ്ഡിലെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടുത്തെ SI സാർ എന്നെ വിളിച്ചു. അപ്പം ഞാൻ അദ്ദേഹത്തോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ എൻ്റെ IME നമ്പർ ഇട്ട് കൊടുത്തു. അപ്പം അദ്ദേഹം പിന്നെ ആ ഫോൺ അവരുടെ നിന്ന് സീസ് ചെയ്ത് IME നമ്പറിൽ ചെക്ക് ചെയ്ത് പിന്നെ അത് അവരുടെ സ്റ്റേഷനിൽ തന്നെ നമുക്ക് സ്റ്റേഷനിലേക്ക് അയച്ചു തന്നു. അപ്പം മലയാളികൾ ശ്രദ്ധിക്കുക, മോഷണം മുതലായിരിക്കും കൂടുതലും കടയിലെത്തും. തീർച്ചയായിട്ടും. അപ്പോൾ ഒരുപാട് ഇൻസിഡന്റ് ഒരുപാട് ഇപ്പം എല്ലാ ദിവസവും പോകണമെങ്കിൽ രീതിയിൽ അങ്ങനെ വരുന്നുണ്ട്, ഇഷ്ടം പോലെ വരുന്നുണ്ട്. അപ്പം നമ്മൾ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. കണ്ടുപിടിക്കാം. IME ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റും. അത് ഈ പോർട്ടൽ എന്ന് വെച്ചാൽ വളരെ ഉപകാരപ്രദമാണ്. അതുപോലെ നമ്മൾ ഈ അന്വേഷിച്ച കൂട്ടത്തിൽ മൊബൈൽ കടക്കാർക്കാണ് ഏറ്റവും വലിയ അടി എന്നത് പറ്റിയിരിക്കുന്നത്. കാര്യം അവർ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന സെക്കൻഡ് ഹാൻഡ് ഫോൺ ആരെങ്കിലും കൊണ്ടുവരുമ്പോഴത്തേക്ക് പൈസ കൊടുത്ത് അവരെടുക്കും. പക്ഷേ പിന്നീട് നമ്മൾ IME ട്രേസ് കൊടുക്കുമ്പോഴത്തേക്ക് അവർക്ക് നഷ്ടമാണ്. അപ്പം എനിക്ക് മൊബൈൽ കടക്കാരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് അത് തീർച്ചയായിട്ടും ഒരാൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൻ്റെ ജെനുവിനിറ്റി ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം നിങ്ങളത് മേടിച്ച് വെക്കാൻ എനിക്ക് പറയാനുള്ളൂ. കാര്യം ഒരുപാട് നഷ്ടം ഇവർക്ക് ഇതിൽ. ഞാൻ 6-7 മൊബൈൽ കടക്കാരുടെ ഇന്ന് ഇത് സീസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. 3 മാസത്തിൽ 40 പേരുടെ ഫോൺ കണ്ടുപിടിച്ചു. ഫോൺ കിട്ടാൻ ഇവരുടെ സന്തോഷം എങ്ങനെയാണ്? പലരും വിളിക്കുമ്പോൾ അവർ സാറേ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിളിക്കുമ്പോഴാണ് സാധനം ചിലപ്പോൾ ഓർമ്മ പോലും വരുന്നവർക്ക് ഇങ്ങനെ ഫോൺ നഷ്ടപ്പെട്ടിട്ട് പരാതി കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെ നമ്മൾ വിളിക്കുന്നതിനാണ് ഒരു ഓർമ്മ വരുന്നത്. അപ്പോൾ വളരെ സന്തോഷം. മനസ്സിൽ നിൽക്കുന്ന ഒരു സംഭവം എന്തുവാ ഈ ഫോൺ കണ്ടുപിടിച്ചു കൊടുത്തത്? അതിൽ മനസ്സിൽ നിൽക്കുന്ന വെച്ചാൽ ഇൻസ്റ്റന്റ് ആയിട്ട് കണ്ടുപിടിക്കുന്ന കുറച്ച് 2-3 ഇൻസിഡന്റ്. അതായത് ഇതിൽ രജിസ്റ്റർ ചെയ്യാതെ ഒരാൾക്കിപ്പം വരികയാണ്, അപ്പോൾ എൻ്റെ ഫോൺ നഷ്ടപ്പെട്ടു പോയി എങ്ങനെ പറഞ്ഞു വരുന്നിട്ട് നമ്മൾ ലൊക്കേഷൻ എടുത്ത്, അതായത് ഫോൺ ലൊക്കേഷൻ എടുത്ത് കണ്ടുപിടിക്കുന്ന സംഭവങ്ങളുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ ഒരു 100 സ്വദേശിയ യുവതിയുടെ ഒരു ഫോണ് ഒരാഴ്ച മുന്നേ അവിടുന്ന് കുറച്ച് നാളായി പോയിട്ട് പറക്കോട് വെച്ച് നഷ്ടപ്പെട്ടു. അവർ വീട്ടിൽ പോയി ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞ ശേഷം സ്റ്റേഷനിൽ വരുന്നത്. അപ്പോൾ അവർക്ക് അവിടെ നിന്നൊരു ഹോട്ടലിലെ ഒരു അതിഥിത്തൊഴിലാളി സംശയം ഉണ്ടെന്ന് പറഞ്ഞ് അവർ ആ ഹോട്ടലിൽ ചെന്ന് സംസാരിച്ചപ്പോഴത്തേക്ക് അവർ ഈ പറഞ്ഞ കക്ഷിയുടെ കയ്യിൽ ഫോൺ ഇരിക്കുന്നതായിട്ട് അവരുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾ ഇവരോട് പറഞ്ഞു. അങ്ങനെ ആൾ ഒരു സംശയം തോന്നിയിട്ട് ഇവിടെ വന്നു, എന്നോട് സംസാരിച്ചു. ഞാൻ പിന്നെ അത് നമ്മുടെ ഹോട്ടലിൽ തന്നെ അതിൻ്റെ ഓണറെ വിളിച്ചു.
അയാളുടെ ഡീറ്റെയിൽസ് എല്ലാം എടുത്ത് ഫോട്ടോ എല്ലാം മേടിച്ചു. പക്ഷേ ആ നഷ്ടപ്പെട്ട ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അത് സാംസങ്ങിന്റെ S24 Ultra എന്ന് പറയുന്ന ഫോൺ. അത് 1,00,000 മേളിൽ വിലയുള്ള ഫോണാണ്. അപ്പോൾ ഞാൻ അന്വേഷിച്ച കൂട്ടത്തിൽ മനസ്സിലായി, അന്ന് വൈകുന്നേരം രാത്രി 9 മണിക്കാണ് ട്രെയിൻ ടിക്കറ്റ് വെസ്റ്റ് ബംഗാളിലേക്ക് പോകാൻ ബുക്ക് ചെയ്ത് വെച്ചേക്കും, ചെങ്ങന്നൂർ. അപ്പോൾ ഞാൻ പിന്നെ അവൻ്റെ നമ്പർ എടുത്തു. ഈ കൊണ്ടുപോയേക്കുന്ന ആളുടെ ഫോൺ നമ്പർ മേടിച്ച് ലൊക്കേഷൻ സാറിൻ്റെ സഹായത്തോടെ ലൊക്കേഷൻ സൈബർ സെല്ലിൽ എടുത്ത് അത് കറക്റ്റ്, അതായത് ആക്യുറേറ്റ് ലൊക്കേഷൻ ആയിരുന്നു. നമ്മുടെ ബാറിൻ്റെ ബിവറേജിൻ്റെ ബാക്കിൽ ആ ഒരു മൺകൂന ഇരിക്കുകയായിരുന്നു രണ്ടുപേരുടെ കക്ഷിയിലൂടെ. അപ്പം ഞങ്ങളും അന്ന് പ്രൊഫഷണൽസ് അനൂസ് സാറായിരുന്നു ഇവിടെ. അപ്പോൾ ഞങ്ങളുടെ പിന്നെ ഡ്രൈവർ അഖിൽ സാറ്. അപ്പം ഞങ്ങൾ മൂന്നരുടെ പോയി കണ്ടെത്തി. ആളെ കണ്ടപ്പോൾ എൻ്റെ ഫോട്ടോ എൻ്റെ ഉണ്ട്. അപ്പം ഞാൻ പിടിച്ചിട്ട് പറഞ്ഞു, ആ ഫോൺ എന്ത് ചോദിച്ചു, S24 Ultra ഫോൺ എന്ത് ചോദിച്ചു. മലയാളം അറിയാം. അപ്പോൾ പറഞ്ഞ സാർ എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവനെയും കൊണ്ട് പോയി അതെടുത്ത് കൊടുത്ത് അവർക്കും കൊടുത്തു. ഇല്ല, അവർക്ക് മറ്റു നടപടികളൊന്നും പോകാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അവർ താക്കീത് ചെയ്ത് സാറ്. അപ്പോൾ നമ്മുടെ സേനയിൽ നിന്ന് ഒരുപാട് പിന്തുണ ഉണ്ടാവാറുണ്ടല്ലേ? തീർച്ചയായിട്ടും. അപ്പം ഞങ്ങളുടെ ജില്ലാ പോലീസ് മേധാവി, അതേപോലെ ഞങ്ങളുടെ ഡെപ്യൂട്ടി സൂപ്രണ്ട് സന്തോഷ് സാറ്, അതേപോലെ ഞങ്ങളുടെ CI, അതുപോലെ എൻ്റെ സഹപ്രവർത്തകർ എല്ലാവരും വളരെയധികം സപ്പോർട്ടാണ് അത് ചെയ്യുന്നത്. കാര്യം അവരുടെ ഒരു പിന്തുണ ഉണ്ടായിട്ട് മാത്രം. ഒരിക്കലും എൻ്റെ ഒരു പേഴ്സണൽ വർക്കായിട്ട് ഞാൻ ഒരിക്കലും കാണുന്നില്ല. കാര്യം എപ്പോഴും ടീം വർക്കാണ് പോലീസ് സേനയിൽ എപ്പോഴും. അതുകൊണ്ട് എല്ലാ സഹായത്തിനും അതായത് ഇപ്പം രാവിലെ തന്നെ ഒരുപാട് വിളിച്ച് തന്നെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് അപ്പോൾ സന്തോഷം. അപ്പോൾ ഇങ്ങനെ ഒരു ടീം വർക്ക് ആയതുകൊണ്ടാണ് ഇപ്പം മേളിൽ നിന്ന് കൃത്യമായിട്ട് നിർദ്ദേശമുണ്ട്. SP സാറിൻ്റെ ആയാലും ഞങ്ങളുടെ DSP സാറിൻ്റെ ആയാലും SHOയുടെ ആയാലും കൃത്യമായ നിർദ്ദേശം. സാറ് പോലെ ശ്യാം സാറിനെ കുറിച്ച് പറയാം. കാര്യം സാറ് നമ്മളൊരു ലൊക്കേഷൻ സാർ ഇതിൻ്റെ സംഭവം ഉണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ സാറ് അപ്പോഴേ ആ സ്പോട്ടിൽ സാറിൻ്റെ ഫോണിൽ നിന്ന് ലൊക്കേഷൻ നമുക്ക് എടുത്ത് തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ സൈബർ സെല്ലുകാർ അവരും വളരെ നല്ല രീതിയിൽ നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരൊറ്റ കാര്യം കൊണ്ടാണ് നമുക്ക് ഇത്രയും രീതി നല്ല എഫക്റ്റീവായിട്ട് ഇങ്ങനെ ഒരു ഇത് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇനി ഒരുപാട് ഫോണുകൾ കണ്ടുപിടിക്കാൻ സാധിക്കട്ടെ. തീർച്ചയായും. സാർ നമസ്കാരം. നമസ്കാരം. ഇത്തരത്തിൽ ഫോൺ നഷ്ടപ്പെട്ടാൽ തീർച്ചയായും നമുക്ക് പോലീസിനെ സമീപിക്കാം അല്ലേ? അതെ, തീർച്ചയായും. നമ്മളെ സമീപിക്കുമ്പോൾ അവർക്ക് ഉറപ്പായിട്ട് ഒരു റിസൾട്ട് ഉണ്ടാവുകയും ചെയ്യും. മോഷണ ഫോണുകൾ, അതായത് കളഞ്ഞു പോകുന്ന ഫോണുകൾ എടുക്കുന്ന കടക്കാരോട് സാറിന് എന്താ പറയുക? നമ്മൾ അന്വേഷണത്തിൽ ഈ കടക്കാരന് ഇതൊരു മോഷണ മുതലാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് കടക്കാരൻ എടുത്തിട്ടുള്ളത് എന്ന് ബോധ്യപ്പെട്ടാൽ, ഉദാഹരണത്തിന് നമ്മളൊരു 1,00,000 രൂപയുടെ ഒരു ഫോണ് വെറും 500 രൂപയ്ക്കോ മറ്റോ ആണ് ഇയാൾ മേടിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഈ കടക്കാരന് ഇതിനെപ്പറ്റി അറിയാമെന്ന് നമുക്ക് പ്രസ്യൂം ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും മോഷണം മുതൽ അറിഞ്ഞുകൊണ്ട് മേടിച്ചു എന്ന രീതിയിലുള്ള BNS-നകത്തുള്ള കറസ്പോണ്ടിങ് സെക്ഷൻ ഇട്ടിട്ട് നമ്മൾ അയാൾക്കെതിരെ നടപടിയെടുക്കാൻ നമുക്ക് പ്രൊവിഷനുണ്ട്. അങ്ങനെ ബോധ്യപ്പെട്ടാൽ നമ്മൾ നടപടിയെടുക്കും. നമ്മളൊരു കടയിലൊരു ഫോൺ കൊണ്ടുവന്നാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മിനിമം കാര്യങ്ങൾ കടക്കാരൻ ചോദിച്ചിരിക്കണം. ഉദാഹരണത്തിന് അതിൻ്റെ പാറ്റേൺ ഏതാണ്. അപ്പോൾ സ്വന്തമായിട്ട് കൊണ്ടുവരുന്ന ഫോണാണെങ്കിൽ അയാൾക്ക് അതിൻ്റെ പാറ്റേൺ അറിഞ്ഞിരിക്കണം. പിന്നെ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട 1-2 ഡീറ്റെയിൽസ്, മോഡൽ ഏതാണ്, മറ്റു കാര്യങ്ങളെല്ലാം ചോദിച്ച് വെരിഫൈ ചെയ്ത് ഈ കൊണ്ടുവരുന്ന ആളുടേതാണ് എന്ന് മനസ്സിലായി എങ്കിൽ മാത്രമേ അത് എടുക്കാവൂ എന്നാണ് കടക്കാരോട് എനിക്ക് പറയാനുള്ളൊരു ഉപദേശം. ശബരിമലയിൽ അടക്കം ഡ്യൂട്ടി ചെയ്തിട്ടുള്ള ഒരാളാണ്. അവിടെ പോയി ഇതുപോലെ മിസ്സായ ഒരുപാട് ഫോൺ നമ്മൾ കണ്ടുപിടിച്ചു. അതെ, നമ്മുടെ ബഹുമാനപ്പെട്ട പത്തനംതിട്ട ഡിസ്ട്രിക്ട് പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം നമുക്ക് അതിന് വേണ്ടിയിട്ടൊരു ഈ സൈബർ കേസുകളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഈ സൈബർ എക്സ്പെർട്ടുമായിട്ടുള്ള ആൾക്കാർ അവിടെ പോസ്റ്റ് ചെയ്തിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം ഒരു 70ഓളം ഫോണുകൾ തമിഴ്നാട്ടിലെയും മറ്റ് കർണാടകയിലെയും മറ്റ് സ്വാമിമാരുടെ 70ഓളം ഫോണുകൾ നമുക്ക് കണ്ടെത്തി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സാധാരണക്കാർക്ക് സമീപിക്കാവുന്ന, സാധാരണ ഈ ഫോൺ നഷ്ടപ്പെട്ടാൽ അത് പോയി എന്ന് കരുതുന്നവരായിരിക്കും കൂടുതൽ. അതെ, പോലീസിനെ കൂടുതലും സമീപിക്കാറില്ല. ഇത്തരത്തിലുള്ള ഒരു വാർത്തകളൊക്കെ പുറത്തു വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു സാധാരണക്കാരന് ഒരു ചെറിയ ഫോൺ നഷ്ടപ്പെട്ടാൽ പോലും പോലീസിനെ സമീപിക്കാം അല്ലേ? അതെ. ഇപ്പോൾ ആൾക്കാർ കൂടുതലായിട്ട് ഈ വിവരങ്ങൾ പത്രത്തിൽ നമ്മുടെ വിജയ് ചെയ്ത കാര്യങ്ങളും അതെല്ലാം നമ്മുടെ പത്രങ്ങളിലൊക്കെ വന്ന് കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് കൂടുതലായിട്ട് ആൾക്കാർ ഈ രീതിയിൽ പോലീസ് സ്റ്റേഷനെ സമീപിക്കുകയും ചെയ്യുന്നുണ്ട്. അവർക്ക് നമ്മൾ നല്ല റിസൾട്ട്, അതായത് അവരുടെ കളഞ്ഞുപോയ ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു കൊടുക്കുന്ന രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നു.